ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ വിക്രം ഇതുപോലെ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കിടക്കുന്ന കഥകളൊക്കെ നമ്മുടെ വേദയോട് പറയുന്നതാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അദ്ദേഹമാണല്ലേ അപ്പം നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് എൻ്റെ ജീവന് ഞാൻ വില നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ വേദ പറയുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തോട് ഇത്രയും കടപ്പാടൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, ജയിലിൽ കഴിഞ്ഞ് ഇത്രയും ദിവസം കിടന്നതിന് ശേഷം പുറത്തിറങ്ങി നിങ്ങളെ നല്ലൊരു ജീവിതം വാഗ്ദാനം തരാതെ അയാൾ എന്തിനാണ് നിങ്ങളെ അഴുക്ക് ചാലിലേക്ക് കൊണ്ടെത്തിച്ചത്? അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗുണ്ടയായിട്ടാണല്ലോ അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറാത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒന്നും ഇന്നുവരെ തോന്നിയിട്ടില്ല. പിന്നെ ശ്രീനിവാസൻ സാറ് എന്നെ ആ വഴിയിലോട്ട് കൂട്ടിയതല്ല, ഞാൻ അതിലോട്ട് ഇറങ്ങിച്ചെന്നതാണ് എന്ന് നമ്മുടെ വിക്രം വേദയോട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഓരോ ചാരിറ്റബിൾ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മറയിടാൻ വേണ്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതൊക്കെ പോട്ടെ. എനിക്ക് മറ്റൊരു കാര്യമാണ് ചോദിക്കുന്നത്, എന്തൊക്കെയായിരുന്നാലും നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. കാരണം സ്വന്തം അച്ഛൻ്റെ മികച്ച അധ്യാപകനുള്ള ഒരു റിട്ടയർമെൻറ്റൊക്കെ ആയ അന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് നിങ്ങൾ അന്ന് തന്നെ തിരഞ്ഞെടുത്ത് അച്ഛൻ്റെ ബാഗിൽ ആ കഞ്ചാവിൻ്റെ ഇത് കൊണ്ടുവന്ന് വെച്ച് അച്ഛനെ ആക്കിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വിക്രം നിർത്തടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വേദയോട് ചൂടാവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നിങ്ങളുടെ അച്ഛനോട് ചെയ്ത ഈ ക്രൂരതയിൽ നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് വേദ വിക്രമിനെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അവസാനം വിക്രം പറയുന്നുണ്ട്, ഞാനല്ല അതൊരിക്കലും ചെയ്തത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ഒന്നും മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ നീ അറിഞ്ഞതൊന്നും ശരിയല്ല എന്നിങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മുടെ വേദ അവിടെ ചെയ്യുന്നത് വിക്രമിനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ളതാണ്. അപ്പോൾ വേദയ്ക്ക് അത് മനസ്സിലായി. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ വായിൽ നിന്നിത് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കുറ്റം ഏറ്റെടുത്തത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ചെയ്തത് ആരാണെന്ന് അറിഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെയാണോ ഇന്ന് ഞാൻ പറയുന്നത്? ഇത്രയും നാൾ കഴിഞ്ഞ് ഇനി അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അന്ന് അച്ഛൻ്റെ ആ നിലപാടിൽ നിന്ന് അച്ഛനെ രക്ഷപ്പെടുത്തണം, അത് മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴേ നമ്മുടെ കീടാണു ഉണ്ടല്ലോ നന്ദിനി, അത് ഒളിഞ്ഞ് നിന്ന് ഇവർ രണ്ടുപേരും കൂടെ പറയുന്നതൊക്കെ ഇങ്ങനെ ചെവി എത്തി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രം കുറച്ചൊക്കെ സംസാരിച്ച ശേഷം വിക്രം പറയുന്നുണ്ട്, ഇനി വേദ ചെല്ല് എന്നിങ്ങനെ പറയണം. അപ്പോൾ പറഞ്ഞ്, നിനക്ക് അറിയാനും പറയാനുള്ളതെല്ലാം ചോദിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, ഒന്ന് ചെല്ല്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി പോകണം. അപ്പോഴും നമ്മുടെ നന്ദിനി അവിടെ തന്നെ നിൽക്കുകയാണ്. വേദയെ കണ്ടത് നന്ദിനി ഓടി ആ തിണ്ണയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കയറുകയാണ്. പക്ഷെ അത് മറിഞ്ഞടിച്ച് തിണ്ണയിൽ കൂടെ വീഴുകയാണ്. എന്തായിരുന്നാലും നല്ലപോലെ വീണ് ഉരുണ്ട് അത് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അവിടെ കിടന്ന് നിലവിളിച്ച് അവസാനം പതുക്കെ ചമ്മിയ മുഖത്തോടെ തന്നെ എഴുന്നേറ്റ് വിക്രമിനെ വേദയും കണ്ട് ചിരിക്കുകയാണ്. വിക്രമും വേദയും ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് ചിരി വരുന്നുണ്ടെങ്കിലും രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ നന്ദിനിയെ കൈയൊക്കെ തട്ടിക്കൊടുന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനി നമ്മുടെ വിനായകൻ്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് കാലിൽ ഇങ്ങനെ വീണ കേസൊക്കെ പറയുകയാണ്, തടവാനൊക്കെ പറയുന്നത്. എന്നിട്ട് വിനായകൻ്റെ അടുത്ത് അതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉഴുന്ന് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത്, അവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനല്ല അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണെന്ന് അവൻ പറഞ്ഞു, ഒരുമാതിരി തപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നില്ല, എന്തോ എനിക്കറിയില്ല, അവ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു രീതിയിൽ അവിടെ അത് തീരണം. പക്ഷെ നമുക്കത് കാണുമ്പോൾ സംശയം തോന്നുന്നത് വിനായകനാണോ ഇതിൻ്റെ പിറകിൽ നിന്നെല്ലാം കളിച്ചതാണോ എന്നുള്ള ആ ഒരു സംശയം എല്ലാ പേർക്കും ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ ആ രംഗങ്ങൾ അവിടെ സംസാരിക്കുക. അപ്പം അതങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിനായകൻ്റെ ഫോണ് ബെല്ലടിക്കുമ്പോൾ അതിൽ കോള് ശ്രീകാന്തിൻ്റെതാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം, നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊന്നും എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും വിനായകനെ സമ്മതിച്ചിട്ട് നേരെ ഫോണെല്ലാം വെച്ചിട്ട് നന്ദിനിയുടെ അടുക്കൽ തന്നെ വന്നിരുന്നിട്ട് നന്ദിനി കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നന്ദിനിയോട് പറയുന്നത്, മാറ്റിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ പിന്നെ വിശ്വേട്ടനെ കുരുക്കാനോ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു ഇതെടുക്കാൻ വേണ്ടി ചിട്ടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ അയച്ചു തരാം, അങ്ങനെ തുടങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവസാനം നന്ദിനി പറയുന്നത്, നമുക്കും കൂടെ ഒരെണ്ണം തുടങ്ങില്ല. വേണ്ട വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ തുടങ്ങിയാൽ ശരിയൊന്നും ആവത്തില്ല, എന്തായാലും വിശ്വേട്ടനെ ചേർക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദിനിയെ സംബന്ധിച്ച് ശരിയെങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്കതിന് വേണ്ടിയുള്ള ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രംഗം അവിടെ തീരുകയാണ്. പിന്നെ അവർ കിടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിശ്വവും ശ്രീജയും കൂടെയുള്ള രംഗങ്ങളാണ്. വിശ്വം ഇതേപോലെ ഇങ്ങനെ എന്തോ ഒരു വല്ലാത്ത വല്ലായ്മയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീജ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കൊണ്ടുവന്നിട്ട് വിശ്വട്ടാ എന്ന് വിളിക്കുമ്പോൾ അനങ്ങുന്നില്ല. പിന്നെ വിശ്വ 2-3 പ്രാവശ്യം വിളിക്കുമ്പോൾ വിശ്വ ഇങ്ങനെ എഴിച്ചിട്ട് എന്താണെന്ന് പതച്ച രീതിയിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ചോദിക്കണം. അപ്പം വെള്ളം വാങ്ങിച്ചിട്ട് മടപടാന്നങ്ങ് കുടിക്കുകയാണ്. ആകെ എന്തോ ഒരു പേടി പോലെ. എന്നിട്ട് വിശ്വം ശ്രീജയോട് പറഞ്ഞാൽ നീ ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷു ചെന്ന് റൂമൊക്കെ അടച്ച് ജനലൊക്കെ അടച്ചിട്ട് ശ്രീജയുടെ അടുക്കൽ വന്നിട്ട് ആ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയണം. അതായത് പിന്നെ ഇത് നമ്മുടെ ഓഫീസ് ഒരു സേട്ടിൻ്റെതായിരുന്നല്ലോ എന്നാണ് ഞാനും കരുതുന്നത്. പക്ഷേ ഇത് സേട്ടിൻ്റെതൊന്നും അല്ല, നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്തിൻ്റേതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രീജ അന്തം വിടുകയാണ്, ശ്രീകാന്തിൻ്റെതോ, ഇനി നമുക്കിട്ട് എന്തെങ്കിലും പണിയോ വിഷയോട്ടോ എന്തെങ്കിലും ചോദിക്കും, നമുക്ക് അച്ഛനോടും വേദയോടൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിഷയം പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇപ്പോൾ പറഞ്ഞാൽ അവർ പറയും വേണ്ട, ഇനി ജോലിക്കൊന്നും പോകണ്ട, അവിടെ പോകണ്ട എന്നേ പറയുള്ളൂ. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, നമുക്കിത് മതിയാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരു ജോലിക്ക് പോയാലോ വിഷയോട്ടാ എന്ന് പറയുമ്പോൾ, നിനക്കറിയാലോ ജോലി കിട്ടുന്നതിൻ്റെ പാടൊക്കെ, അതൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ വിശ്വം പറയുകയാണ്. അപ്പോൾ തൽക്കാലം എന്ത് വന്നാലും ഇതിപ്പോൾ ഇവിടെ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിലൊരു തീരുമാനത്തിലെത്തി ആ രംഗം അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ ഫുഡൊക്കെ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കമല അങ്ങോട്ട് വരുന്നുണ്ട്. കമല മോൻ കഴിക്കുന്നതൊക്കെ മാറിയിരുന്ന് നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ ഈ വേല ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ബ്രൗഷറും കൊണ്ടൊക്കെ നമ്മുടെ വിശ്വത്തിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. വിശ്വത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, വിശ്വേട്ടാ ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ ഒരു ഫ്ലാറ്റും ഇതുമായിട്ടുള്ളതാണ്, കുറച്ച് ടൗണിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് അവരിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ വിശ്വം ചോദിക്കുന്നത്, നീ എന്താ എന്നെ കളിയാക്കുകയാണോ, ഇപ്പോൾ എനിക്ക് ഇതൊക്കെ വാങ്ങാനുള്ള സാഹചര്യം നമുക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രീജയും വിശ്വം ചോദിക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയുന്നത്, അതിന് ഇപ്പം തന്നെ അങ്ങനെ ഒന്നും ചെയ്യണ്ട, നമ്മൾ അവിടെ അവർക്കൊരു ചിട്ടിയുണ്ട്, ആ ചിട്ടിയിൽ നമ്മൾ ചേർന്നാൽ മതി, മാസം 10,000 രൂപ വെച്ച് അടയ്ക്കണം, അടച്ച് ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ചിട്ടി പിടിക്കുമ്പോൾ 10 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടും, ബാക്കി തുക നമ്മൾ ഇട്ടാൽ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് വിശ്വത്തിൻ്റെ അടുത്തും ശ്രീജയോടും അമ്മയോടും ഒക്കെ വിനായകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ ഇതൊക്കെ കേട്ട് വെച്ചിട്ട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെന്താ അതൊക്കെ പറ്റും. അപ്പോൾ ഉടനെ നമ്മുടെ നന്ദിനിയും പറയുന്നുണ്ട്, ഞങ്ങളും ഒരെണ്ണം ബുക്ക് ചെയ്യുന്നുണ്ട്, ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കും, അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നല്ലപോലെ ആകാശമൊക്കെ കണ്ടിരിക്കാമല്ലോ എന്നിങ്ങനെ പറയും. അപ്പം വിശ്വം പറയുന്നുണ്ട്, മുകളിലോട്ട് കയറും തോറും വീഴ്ചയുടെ ആഴവും കൂടും നന്ദിനി എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, എന്തായാലും വെറുതെ കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിശ്വം പറയുന്നത്, ഇപ്പോൾ എന്നെക്കൊണ്ട് എന്തായാലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് വിനായകൻ പറയുന്നുണ്ട്, എന്തായാലും 10,000 രൂപയുടെ അടവെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 7,500 രൂപയുടെ അടവില്ല, എന്തായാലും ആദ്യത്തെ അടവൊക്കെ ഞാൻ അടയ്ക്കാം, വിശ്വമായിട്ട് ശമ്പളം തരുമ്പോൾ മറിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം മനസ്സോട് വിഷുവെല്ലാം കേട്ടോണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വേദ അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് കയറി വരണം, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനായകനും നന്ദിനിക്കും ചെറിയ ഒരു ഇതുണ്ട്, ഇവൾ വന്നപ്പോൾ ഇനി എവളടുത്തും കൂടെ പറയണമല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊരു മുഖഭാവമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവസാനം നമ്മുടെ വേദ അവിടെ സംസാരത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം
മനസ്സിലാക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് അവസാനം ബ്രൗഷറൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, എന്തായിരുന്നാലും വിശ്വട്ടൊന്ന് ഒപ്പിടുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാവരും അമ്മയും ശ്രീജയും ഒക്കെ പറയുന്ന കേട്ട് വിശ്വം അതിനൊക്കെ തയ്യാറായി അതിൽ ഒപ്പിടണം. 2 സൈനാണ് വിശ്വം ചെയ്തു കൊടുത്തത്. 2 പേപ്പർ ഉണ്ടായിരുന്നു, അതിലൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് മുതൽ പ്രാക്ടീസിന് പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ പോകുന്നതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദ പോകുന്നു. അപ്പോൾ വേദ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നു. ആദ്യം വിശ്വട്ടന് കൊടുക്കുന്നുണ്ട്, വിശ്വം ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കി, പിണക്കമാണല്ലോ എങ്കിലും ഇടുന്നുണ്ട്, ഉള്ളിൽ സ്നേഹമെല്ലാം ഉണ്ട്. എന്നിട്ട് അവസാനം നന്ദിനിയുടെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ നന്ദിനിയോട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എന്തായാലും അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ രംഗം അവിടെ അങ്ങനെ തീരുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വിക്രം ജയിലിൽ പോവാൻ കാരണമായത് ആരാണ് എന്നുള്ളതെല്ലാം വേദ കണ്ടുപിടിക്കും. എന്തായിരുന്നാലും വേദ ഒരു വക്കീൽ വേഷമൊക്കെ അണിഞ്ഞ് ഇനി വിക്രമത്തിനെ രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പും വിക്രത്തിൻ്റെ ഇത്രയും കൊല്ലത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതൊക്കെ അറിയാനുള്ള ശ്രമത്തിലാണ് വേദ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും വരും എപ്പിസോഡുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ സീരിയൽ കാണുന്ന എല്ലാ പേരും കമൻറ്റുകളും കൂടെ ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.